ഇറാഖിലെ ബാബിലോണിയയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനം. അവിടുത്തെ ധിക്കാരിയായ രാജാവായ നമ്രൂദിനെ വകവരുത്താൻ ഒരു കുഞ്ഞ് ജനിക്കും എന്ന് ചിലർ പറഞ്ഞപ്പോൾ നമ്രൂദ് രാജാവിൻ്റെ കിങ്കരന്മാർ വീടുവീടാന്തരം കയറിയിറങ്ങി അവിടെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളഞ്ഞു. സംഭവമറിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ആ നാട് വിടുകയാണ്. ഗർഭാവസ്ഥയിൽ അലയുകയാണ്. അങ്ങനെ നടന്ന് വഴിയിൽ വെച്ച് പ്രസവവേദന വർദ്ധിച്ചു. ആ മലയുടെ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയിൽ അഭയം തേടി അവിടെ വെച്ച് പ്രസവിച്ചു. ശേഷം കുഞ്ഞിനെ പുല്ല് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇല വിരിച്ചിട്ട് അതിൽ കിടത്തി. ശേഷം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ഗുഹാമുഖം ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചു കളഞ്ഞു. ആ സമയത്ത് അല്ലാഹു തആല മഹദിയിൽ നിന്ന് പ്രസവത്തിൻ്റെ കാര്യം മറപ്പിച്ച് കളഞ്ഞു. അവർ പ്രസവിച്ചത് മറന്നുപോയി നാട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ഗുഹാന്തരത്തിൽ ഏകാന്തതയിൽ കിടക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പൊന്നുമോൻ്റെ കൈവിരലിലൂടെ അല്ലാഹു തആല ആ കുഞ്ഞിന് വേണ്ട ഭക്ഷണം കൊടുക്കുകയാണ്. കൈവിരലീമ്പുമ്പോൾ അവിടത്തേക്ക് വിശപ്പടങ്ങുകയാണ്. അങ്ങനെ ചരിത്രഗ്രന്ഥത്തിൽ കാണുന്നത് 7 വർഷം കഴിഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെപ്പറ്റി ഓർമ്മ വന്നു. അവർ ഓടി പഴയ പ്രസവസ്ഥാനത്തേക്ക് എത്തി. പക്ഷേ മഴയൊക്കെ പെയ്ത് ആ ഗുഹാമുഖം അടഞ്ഞുപോയിരിക്കുന്നു. കല്ല് എവിടെയെന്നറിയുന്നില്ല. എങ്കിലും മഹദി അവർകൾ അടയാളങ്ങൾ വെച്ച് കണ്ടുപിടിച്ച് ആ ഗുഹാമുഖം തുറന്നു. നോക്കുമ്പോഴുണ്ട് വിരൽ ഈമ്പിക്കൊണ്ട് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കുന്നു. ഇന്ന് നമ്മുടെ ഓമന മക്കൾ വിരലുറിഞ്ചുന്ന പ്രവണത കാണിക്കുന്നത് ഈയൊരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയപ്പെടുന്നു. ഇബ്രാഹീമിയ പ്രകൃതിയാണെന്ന് പറയപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 3 ആൺമക്കൾ. ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്ഹാഖ് നബിയാണ്, മൂന്നാമത്തേത് ഉമ്മാൻ എന്ന് പറയുന്ന മകൻ. ഇന്ന് നാം കാണുന്ന ഒമാൻ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന് തൂഫാൻ ജലപ്രളയം സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ട ആ മണ്ണിനെ സജീവമാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ മകനായതുകൊണ്ട് ആ പ്രദേശത്തിന്, ആ രാജ്യത്തിന് ഒമാൻ എന്ന പേര് കൊടുത്തതായും ചരിത്രം പറയുന്നു.